എൻ്റെ ഞാൻ ഇതിനെല്ലാം മറുപടി പറഞ്ഞു. ഇത് വീട്ടിൽ ഞാൻ ഒന്നും കൂടി ആവർത്തിക്കണമെങ്കിൽ ഞാൻ ഒന്നും കൂടി ആവർത്തിക്കാം, അല്ലെങ്കിൽ അതൊന്ന് റീവൈൻഡ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം അതിലുണ്ട് മുഴുവൻ കാര്യം. അത് കാരണം ഈ ഘട്ടത്തിൽ ഇതുപോലെയുള്ള ഈ മന്ത്രി അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നതാണ് ഉദ്ദേശിച്ചത്? ഏത് കാര്യം ഏകോപിപ്പിക്കാൻ? എവിടെ എന്ത് ഏകോപിപ്പിക്കാനാണ് പോകുന്നത്? ഞാൻ ചോദിക്കട്ടെ. അല്ലല്ല മന്ത്രിയല്ല ഏകോപിപ്പിക്കുന്നത്, വിദേശകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരാണത് ചെയ്യുന്നത്. ആ ഉദ്യോഗസ്ഥന്മാരുടെ മേൽനോട്ട ചുമതല വിദേശകാര്യ മന്ത്രിക്കാണ്. കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി പോയിട്ട് എംബസിയിലെ ഉദ്യോഗസ്ഥന്മാർ 2 പേര് കാറിൽ അകമ്പടി സേവിക്കുക എന്നുള്ളതല്ലാതെ ഈ ആരോഗ്യമന്ത്രിക്ക് അവിടെ പോയിട്ട് ഒന്നും ചെയ്യാനില്ല. എങ്ങനെ ഞാൻ ചോദിച്ചേട്ടെ, യോജിച്ചല്ലേ ചെയ്യുന്നത്? ഇപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ യോജിച്ച് ചെയ്തില്ല എന്നുള്ളൊരു പരാതി ഉണ്ടെങ്കിൽ പറയട്ടെ. ഈ 24 പേരുടെ മേൽവിലാസം കണ്ടെത്തിയത് ഇവിടുന്ന് മന്ത്രി പോയിട്ടല്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ വിദേശകാര്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നാളെ എംപിക്കും പറയാലോ. ഇതേപോലെ ഒരു എം പി പറയുന്നു എന്നിരിക്കട്ടെ, എൻ്റെ നിയോജക മണ്ഡലത്തിലെ 2 ആളുകളുണ്ട്, ഞാനും കൂടി പോകണം ആശ്വസിപ്പിക്കാൻ. മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അത്രേ പറഞ്ഞുള്ളൂ. മുഖ്യമന്ത്രി പറഞ്ഞത് ആശ്വസിപ്പിക്കുന്നത് നാടിൻ്റെ സംസ്കാരമാണെന്നാണ്. അതിനുവേണ്ടിയാണ് പോകുന്നത്. അല്ലാതെ അവിടെ ഏകോപിപ്പിക്കാനാണെന്ന് മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞിട്ടില്ല. ഏകോപിപ്പിക്കാൻ എങ്ങനെ സാധിക്കും? നിങ്ങൾക്ക് സാമാന്യമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അല്ല, ഞാൻ ചോദിക്കട്ടെ, വിദേശകാര്യ വകുപ്പ്, അതായത് ഒരു വിദേശ രാജ്യത്ത് പോയിട്ട് ഒരു സംസ്ഥാനത്തെ മന്ത്രി പോയിട്ട് ആരുടെ ഏകോപനം, എന്ത് ഏകോപനം നടത്തുന്ന കാര്യമാണ് പറയുന്നത്? അങ്ങനെ എത്ര പേർക്ക് വേണപ്പോൾ? കഴിവില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. കഴിവിൻ്റെ കാര്യം മെഡിക്കൽ കോളേജിൽ കാണുന്നുണ്ടല്ലോ. ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടല്ല, അവിടെ ചെയ്യേണ്ട കാര്യമില്ലാത്തതുകൊണ്ട്. അതെനിക്കറിയില്ല. പക്ഷേ എനിക്ക് മനസ്സിലാവുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഒരിക്കലും, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുഴുവൻ പൂർത്തിയാക്കട്ടെ. ഒരു ചോദ്യത്തിന് മറുപടി ഞാൻ പറയട്ടെ. ചോദ്യം ഇങ്ങനെ തുടരെ വരുന്നതിന്. അതായത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വിദേശ രാജ്യങ്ങളിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അത് നോക്കാനുള്ള ചുമതലയാണ് വിദേശത്തെ ഇന്ത്യൻ എംബസി. ആ എംബസിയുടെ ഉദ്യോഗസ്ഥന്മാർക്ക് കുറച്ചുകൂടി ഈ കാര്യത്തിൽ ഗൗരവം, ഈ കാര്യത്തിലുള്ള സർക്കാരിൻ്റെയും ജനങ്ങളുടെയും താല്പര്യം അത് ബോധ്യമാകാനും വിദേശ സർക്കാരുകളുടെ പ്രതിനിധികളുമായിട്ട് കൂടിക്കാഴ്ച നടത്തണമെങ്കിൽ ഇന്ത്യൻ മന്ത്രിക്കേ സാധിക്കുള്ളൂ. സംസ്ഥാനത്തെ മന്ത്രിക്ക് അവിടെ പോയിട്ട് അവിടുത്തെ വിദേശകാര്യ മന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്താനുള്ള അവസരം ഉണ്ടാവണമെന്നില്ല. പിന്നെ എന്ത് ഏകോപനം നടത്തുക? അതാണ് ഫെഡറലിസമാണിത്. അതായത് കേരളത്തിൻ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ, എല്ലാ സംസ്ഥാനങ്ങളുടെയും കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ഭംഗിയായി നിർവഹിക്കുന്നതാണ് ഫെഡറലിസം. ഈ ഫെഡറലിസത്തിനെതിരാണ് പിണറായി വിജയൻ്റെ പ്രസ്താവന. ജനം തിരഞ്ഞെടുത്താണെന്ന് ജില്ലാ പഞ്ചായത്തും ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചാൽ എന്ത് ചെയ്യും? എന്താ വ്യത്യാസം? നാളെ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നിരിക്കട്ടെ, എനിക്ക് പോകണം, എന്താ കുഴപ്പം? ഞാൻ ചോദിക്കട്ടെ, കുഴപ്പം എന്താ വ്യത്യാസം? അവർ തിരഞ്ഞെടുത്ത ആൾക്കാരല്ലേ. ഒരു എം പി പറയുന്നു, അതെങ്ങനെ? നിങ്ങൾ സംസ്ഥാന മന്ത്രിയെ ഒരു പ്രത്യേകതയും ഒരു പാർലമെന്റ് അംഗത്തിന് എന്തിനാ വില കുറച്ച് കാണിക്കുന്നു? ആണ് എല്ലാവരും അങ്ങനെയാണ്. പക്ഷേ ഓരോരുത്തർക്ക് അവർ ചെയ്യേണ്ട ചുമതലകൾ എന്താണെന്ന് ഭരണഘടനയിൽ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്.